ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അതും കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു 4 മണി 5 മണി 6 മണിയൊക്കെ തൊട്ട് ഞാനിങ്ങനെ എഴുന്നേറ്റ് കിടക്കൂട്ടാ. അതുകൊണ്ട് തന്നെ നേരെ വെളുക്കുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഫോണൊക്കെ ചാർജിലാക്കിയിട്ട് ഞാൻ ദേ ബെഡ്ഷീറ്റൊക്കെ നേരെ ഇട്ട് എനിക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വെള്ളം ഭയങ്കരമായിട്ട് കുടിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ അവസ്ഥ അതായിരുന്നു ഗൈസ്. വെള്ളം കുടിക്കാൻ മടിയുള്ള ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഉമ്മ എനിക്ക് ഈ ഒരു കുപ്പി തന്നുകൊണ്ട് വളരെ ഉപകാരമായി. ഉമ്മയാണെന്നുണ്ടെങ്കിൽ ദേ ലുഹാസ്കരിക്കാനൊക്കെ ആയിട്ട് ഒളവെടുത്ത് വന്നിരിക്കുമ്പോഴാണ് സോയിക്കുട്ടിയുടെ അവിടെ കുറേ കളി കാണുന്നത്. അവളെന്തോ ഒരു പൂമ്പാറ്റേനെ എന്തോ പിടിച്ചിട്ട് കാണിക്കുന്നതാണ്. അത് തിന്നൂന്ന് ഞാനും കരുതി ഇല്ലാതിരുന്ന് കഴിക്കുന്നതാണ് കാണുന്നത്. ഇങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലാത്ത കുട്ടിയായിരുന്നു എൻ്റേത്. അപ്പം ഇന്നലത്തെ പരിപാടിയുടെ ചെറുതായിട്ട് കാലിനൊക്കെ ഒരു നീര് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വെയിലൊന്നും കാണാനേ ഇല്ലായിരുന്നു. പിന്നത്തെ ദിവസം ചെറിയൊരു വെയിലൊക്കെ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കാമല്ലോ എന്ന് ഓർത്ത് നോക്കിയതാ. അവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് പിന്നെ അങ്ങ് എണീക്കാനൊന്നും തോന്നിയില്ല. സൂയാണെങ്കിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിട്ട്. ഇവർക്ക് ഇങ്ങനെ വന്ന് പുറത്ത് കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് 4 ദിവസം ഇരിക്കുമ്പോൾ അങ്ങോട്ട് മടുക്കും. പിന്നെ അടുത്ത ഏതെങ്കിലും ഏരിയ നോക്കും. അങ്ങനെയൊക്കെയാണ്. ഇവിടെ പിന്നെ കുറേ പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് കാരണം കൊണ്ട് പുള്ളിക്കാരത്തേക്ക് അത് ചാടിപ്പിടിക്കാനും അതിനിങ്ങനെ അത് പറക്കണം കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റോഡാണല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നതുകൊണ്ട് ആദ്യമൊക്കെ പേടിയായിരുന്നു. ഇപ്പം പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാനും സോയിക്കുട്ടിയും കൂടെ രാവിലത്തെ വെയിലൊക്കെ കൊണ്ട് വായും പൊളിച്ച് അവിടെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പം പിന്നെ റോട്ടിലൂടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇന്നലത്തെ പരിപാടിയുടെ ക്ഷീണം ചെറുതായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞാനത് അങ്ങോട്ട് ആഘോഷിക്കുകയാണ് കേട്ടോ. എന്തായാലും ചെറുതായിട്ടൊക്കെ കാലിന് നീരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങ് മാറിക്കോളും. എനിക്കങ്ങനെ കാലിൽ നീരൊന്നും ഇതുവരെ വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വരുമ്പോൾ തന്നെ ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അയ്യോ നീരായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അത് മാറുന്നവരെ ഒരു ടെൻഷനാണ്. നെക്സ്റ്റ് ഡേ അതങ്ങ് മാറും കേട്ടോ. ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ ഇതുപോലെ തന്നെ നീര് കണ്ടിരുന്നു. പക്ഷേ അടുത്ത ദിവസം ആയി കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം കൂടി കുറയുമ്പോഴൊക്കെയാണ് എനിക്ക് പ്രോബ്ലം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെള്ളം കൂടി കുറവെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കുറവൊന്നല്ല കേട്ടോ. ഞാൻ അത്യാവശ്യം കുടിക്കുന്നുണ്ട്, എന്നാലും അങ്ങോട്ട് സെറ്റാവണില്ല. അങ്ങനെ ഒരു തോന്നലാണ്. അതുകൊണ്ട് എപ്പോഴും കുപ്പി വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും, അത്ര തന്നെ. പിന്നെ സോയിക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പോലും ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. ഫുൾ ടൈം ഉമ്മയുടെ കൂടെ തന്നെയാണ്. അത് കഴിഞ്ഞ് നൈറ്റൊക്കെ ആയിരിക്കും ഞാൻ കിടക്കുന്ന റൂമിൽ ഒരു ഡെസ്ക് ഉണ്ട്, അതിൻ്റെ അകത്ത് വന്നിട്ട് കിടക്കും. അവിടെ കിടന്ന് പിന്നെ അങ്ങ് ഉറങ്ങിക്കോളും. പിന്നെ എങ്ങോട്ടും പോകത്തൊന്നുമില്ല. ഇതൊക്കെ ആട്ടോ പുള്ളിക്കാരുടെ കലാപരിപാടികൾ. ഇതാണെങ്കിൽ ഉമ്മയുടെ പുറകെ ഇങ്ങനെ ഞാവും ഞാവെന്ന് പറഞ്ഞ് നടന്നു കഴിയുമ്പം ഫുഡ് കിട്ടുമെന്ന് നമുക്കറിയാം. ചോദിക്കുമ്പോൾ ഫുഡ് എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉമ്മയുടെ പുറകെ കേട്ടാ. നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുറ്റത്തോട്ടിറങ്ങി ചെടികളൊക്കെ നോക്കി പൂക്കളുടെയൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നടക്കുന്ന ഞാൻ ഇന്നിപ്പോൾ എനിക്ക് ഇതിനൊന്നിനും പറ്റണില്ല. ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്തൊരു മടിയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഒരു നേരം പോകിന് സോയിക്കുട്ടി ഉള്ളതുകൊണ്ട് അവളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴാണോ അതിന് ദേഷ്യം വരുന്നതെന്ന് ഒരു പിടുത്തമില്ല. എനിക്കതിനെ അത് വെറുതെ ഇരിക്കണ കാണാനും പറ്റില്ല. അതിനിങ്ങനെ എന്തെങ്കിലും ചെറിഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. ഈ ഒരു ചെടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പൂ രാവിലെ അങ്ങോട്ട് വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-12 മണി ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒഴിവാക്കി. ചുമ്മാ ചട്ടിയിലൊക്കെ നട്ട് വയ്ക്കാൻ പ്രാന്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ മുറ്റത്ത് കൊണ്ടുവന്ന് നട്ടതാണേ. അപ്പോൾ അത് ഭംഗിയായിട്ട് നിന്നോളൂ എന്ന് കരുതി. ഇതേ അടുത്ത സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. തുറച്ച് നോക്കിയിരിക്കണം കേട്ടോ കള്ളിക്കുഞ്ഞ്. എന്ത് ദേഷ്യമാണോ. ഞാനങ്ങനെ മുറ്റത്ത് ഇറക്കി അങ്ങനെയൊന്നും കൊണ്ടുപോകില്ല കേട്ടോ സൂയിനെ. ഇവിടെ മിറ്റിൽ കിള്ള കാരണം കൊണ്ട് ചെളിയൊന്നും ആവില്ല എന്ന് കണ്ടുകൊണ്ട് ഇറക്കി വിട്ടതാണ്. കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ. പിന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇവളിങ്ങനെ വന്നോണ്ട് കണ്ടം പൂച്ചകൾ ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ പേടിച്ച് ഓടേണ്ടി വരും കേട്ടോ. സോയി അവർ ഓടിച്ച് പിന്നെ ഏരിയയിൽ അവരുണ്ടാവില്ല. അത് കണ്ടം പൂച്ച തന്നെ വേണമെന്നില്ല കേട്ടോ. ഏതൊരു പൂച്ചയാണേലും ഈ അയലോക്കത്ത് അടുപ്പിക്കില്ല കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ട്. എന്തോ കണ്ടോണ്ട് അവിടെ കിടന്ന് കാണിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പൂമ്പാറ്റേനെ കണ്ടിട്ട് എന്തോ ആണ്. ഞാൻ അവിടെ നിന്ന് വിളിക്കുന്നൊക്കെ ഉണ്ട്. മൈൻഡും കാര്യങ്ങളൊന്നും ഇല്ല പുള്ളിക്കാരത്തി. രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് പല്ലേച്ചിട്ട് അതേപടി വന്നിരിക്കണ കോലായിട്ട് ആരും കണ്ട് പേടിക്കണ്ട. ഈ സമയത്തൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല രസമായിട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ വരും വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തരാം. സോയിക്കുട്ടി ദേഷ്യം പിടിക്കുമ്പോഴാണ് ഇതുപോലെ തക്കിട് പോലെ ഇരിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇത് കണ്ടില്ലേ പൂടെയൊക്കെ നിവർന്ന് എന്തോ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടിട്ടൊരു കുത്തുടക്കാനും തോന്നുന്നുണ്ട്. എഴുന്നേറ്റ് അങ്ങോട്ട് പോകാനോ പറ്റാഞ്ഞിട്ട് ഞാൻ പിന്നെ അവളെ ചൊറിയാൻ നിൽക്കാണ്ട് അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെയിലൊന്ന് വരുമ്പോഴേക്കും എൻ്റെ ഉമ്മ പിന്നെ എവിടെ നിന്നെങ്കിലും 2-3 തുണികളൊക്കെ കൊണ്ടുവന്ന് അഴയിലൊക്കെ ഇടുന്ന കാണാം. പിന്നെ ഞാൻ അവിടെ ഇരുന്നിരുന്ന് മടുത്തു കേട്ടാ. അതുകൊണ്ട് നേരെ എഴുന്നേറ്റ് വന്നു.
നമ്മുടെ കുഞ്ഞു ബേബി എന്നെ എടുക്കണേന്നുള്ളതൊക്കെ ഒന്ന് നോക്കി. ഇപ്പോൾ പിന്നെ നല്ല ചവിട്ടും തൊഴിയൊക്കെയാണല്ലോ, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ എൻ്റെ വെള്ളക്കുപ്പി കയ്യിലുണ്ട്. ഉമ്മ എന്നെ ഉണ്ടാക്കി വെച്ചേക്കണേന്ന് നോക്കി ബ്രേക്ക്ഫാസ്റ്റിന്. രാവിലെ തന്നെ ഇതൊക്കെ ഇങ്ങോട്ട് റെഡിയാവും കേട്ടോ. പിന്നെ ഇങ്ങനെ നടക്കും, ഉമ്മ കഴിക്കത്തൊന്നും ഇല്ല ആ സമയത്തൊന്നും. ഇന്നിപ്പോൾ അപ്പം വെജിറ്റബിൾ കറിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എനിക്കിതേ ഒരു മുട്ടയൊക്കെ അങ്ങോട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ട് കഴിച്ചു. പിന്നെ എന്തൊക്കെയോ കഴിച്ചു, ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. സോയാണെങ്കിൽ അവിടെ തന്നെ അങ്ങനെ വായുമ്പോൾ ചിരിക്കുകയാണ്. ഞാൻ അകത്തോട്ട് കയറിയേക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ഒന്ന് പൊസിഷൻ തിരിഞ്ഞിരുന്നു എന്ന് മാത്രം. ഈ പെടുത്തൂർ കുഞ്ഞിനെ ആരെങ്കിലും അടുത്ത് വേണമെന്നേ. ഈ സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ, ഇതുപോലെ കാപ്പി ഒന്ന് ആക്കി കുടിക്കാൻ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കാപ്പി കുടിക്കുക, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സമയത്ത് അതത്ര നല്ലതല്ലെന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ ലേശം പൊടി മാത്രം ഇട്ടിട്ട് നല്ല കടുപ്പത്തിൽ കുടിക്കണേ ഞാൻ ഈ പരുവത്തിൽ കുടിക്കുന്നത് കേട്ടോ. ഇത് ഉമ്മ വീട്ടിൽ തന്നെ പൊടിച്ച് ഉണ്ടാക്കണതാണ്. നമ്മുടെ ഇവിടെ ഉണ്ടായ കാപ്പിക്കുരു പൊടിച്ച് അതുപോലെ ഉമ്മ തന്നെത്താനെ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആകപ്പാടെ ചെയ്യുന്ന പണിയാണ്. രാവിലെ അതേ കുറച്ച് ഇതുപോലെ പാത്രങ്ങളുണ്ടാവും, അതൊന്ന് കഴുകി വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ഒന്ന് ഫുള്ള് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കും. അത് കഴിഞ്ഞിട്ട് സിറ്റ് ഔട്ട് ഒന്ന് തുടച്ചിടും. തീർന്നു, എൻ്റെ പണികളെല്ലാം തീർന്നു. ഒരു ദിവസത്തെ എൻ്റെ പണിയാണ്. പിന്നെ എനിക്ക് സമയമാകുമ്പോൾ കുളിക്കാൻ ഞാനിട്ട ഡ്രസ്സ് നിലയ്ക്ക് വാഷ് ചെയ്ത് വിരിച്ചിടുക. ഇത്രേ ഉള്ളൂട്ടോ എൻ്റെ പണികൾ. അപ്പോൾ ഇതും ഈ പാത്രങ്ങളുടെ കേസ് ഉമ്മ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇടുന്നത്, അല്ലേ അതും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് അവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി അടിച്ചുവാരിൽ സിറ്റ് ഔട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടില്ല. സിറ്റ് ഔട്ടിൽ വെള്ള ടൈലിട്ടേക്കണോണ്ട് എപ്പോഴും അത് മുഷിഞ്ഞാട്ടായിരിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം ഒക്കെ തുടയ്ക്കുന്നതാണ്. അതുകൊണ്ട് അതൊന്ന് തുടച്ചിടും. അത്രയൊക്കെ ഇല്ലോട്ട് എൻ്റെ പണിയെന്ന് പറയുന്നത്. ഇന്നാണെങ്കിൽ പാത്രങ്ങളൊക്കെ വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ ഞാനത് കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ ഉമ്മാനൊക്കെ കാണൂല കേട്ടോ. അത് ഏതെങ്കിലും അവിടെ പറമ്പിൽ എവിടെയെങ്കിലൊക്കെ പോയി നിന്ന് വല്ല ജാതിക്കയുടെ അത് പറക്കലോ വല്ല കൊക്കോക്കെ എന്തൊക്കെയാണോ ആർക്കറിയാം. എപ്പോഴും അതെ ഇങ്ങനെ പോണതാണ്. എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഞൊണ്ടിക്കൊണ്ട് പറമ്പിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ കയറിയും വരും, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ പോകും. ഇതൊക്കെ തന്നെ എൻ്റെ അവസ്ഥ. ഞാൻ എന്തായാലും എൻ്റെ ആദ്യത്തെ പണി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി ഫുള്ളായിട്ടൊന്ന് ഒതുക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉമ്മ തന്നെ സെറ്റ് ചെയ്തേക്കണാണേ. നമ്മുടെ ഇവിടെ അങ്ങനെ അലമാരയോ വലിയ കബോർഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല പഴക്കമുള്ള വീടാണ്. അന്ന് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഇങ്ങനെ ഒരു വീട് കിട്ടിയെന്നുള്ളത്. പിന്നെ അതിനകത്തോട്ട് നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് പണികളോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടേക്കാണ് ഉമ്മയുടെ വേറെ കുറേ പാത്രങ്ങളും പിന്നെ അതേ ഇതുപോലെ കുറേ ടിന്നുകളും. എൻ്റെ പൊന്നോ, ഇപ്രാവശ്യം ചുവപ്പല്ല, ഇനി വരുമ്പോൾ മഞ്ഞയായിരിക്കും. ഇതെങ്ങനെ ഇങ്ങനെ കളക്ട് ചെയ്ത് ഇതുപോലെ ആക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഈ ടിന്നുകളോടും പാത്രങ്ങളോടൊക്കെ ഉള്ളൊരു വട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര ഒരു മനുഷ്യരിലും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കുറേ ഉണ്ട് അങ്ങനത്തെ കുറേ ടിന്നുകൾ. വേറൊരു സ്ഥലത്തും കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ടിന്നുകളും പാത്രങ്ങളും പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ ടൈപ്പ് ഡപ്പകളും അങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഉമ്മാടെ ഒരു ലോകം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ കുറേ എന്തൊക്കെയോ ടിന്നുകൾ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പൊടി ഐറ്റംസ്, ഉപ്പ്, തേയിലപ്പൊടി, കാപ്പിപ്പൊടി, അച്ചാർ ഐറ്റംസ്, പിന്നെ ഓയിൽ, അങ്ങനെയൊക്കെ കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞ് അടുക്കള. മറ്റേത് വർക്ക് ഏരിയയാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇവിടെ അടുപ്പൊക്കെ വരുന്നുണ്ട്, ചിമ്മിനിയൊക്കെ വന്നിട്ട്. അപ്പോൾ രാവിലെ തന്നെ അതേ ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇതേ പുള്ളിക്കാരി മാങ്ങ പറിക്കാൻ പോയതായിരുന്നു കേട്ടോ. ഞാനിപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഇന്നലെ ഇതുപോലെ കുറച്ച് മാങ്ങയൊക്കെ പറിച്ച് അത് അച്ചാറിട്ട് ഫ്രിഡ്ജ് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നീണ്ടിരിക്കണം ഐസ്ക്രീം ടിന്ന് നിറയെ മാങ്ങ അച്ചാറാണ്. ഒരു ചെറിയ ടിന്നിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും മയലേ ഉള്ളൂ എന്നോർത്ത് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ കഴിയാറായിട്ടുണ്ട്. കാരണം ഞാൻ അത്രമാത്രം കഴിക്കലുണ്ട് കേട്ടോ. നല്ലതല്ലെന്നറിയാം, പക്ഷെ ഒരുപാട് എരിവോ വിനാഗിരിയോ അങ്ങനെ ഒന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ഒന്ന് ഉത്സാഹിച്ചു. 2 ദിവസം അങ്ങനെ ഒന്ന് കഴിച്ച് പിന്നെ വയ്യ അങ്ങ് നിർത്താമെന്നാണ് വിചാരിക്കണേ. എന്താ ചെയ്യാവോ, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ തന്നെ അച്ചാറിട്ടിട്ട് ഞാൻ തന്നെ പറയുന്നു എന്താണല്ലേ. അങ്ങനെ എൻ്റെ പണികളൊക്കെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരി, അത് കഴിഞ്ഞ് ഫുള്ളൊന്ന് സിറ്റ് ഔട്ട് മാത്രം തുടച്ചിടുന്നുണ്ട് കേട്ടോ. ഏത് പണി കഴിഞ്ഞാലും അപ്പം തന്നെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ കിച്ചണിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഫുള്ളായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഗ്യാസ് സ്റ്റോപ്പും എല്ലാം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഇൻഡക്ഷൻ കുക്കർ ഇരിക്കണതിൻ്റെ ആ പോർഷനും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തുടച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മാങ്ങയൊക്കെ പറക്കി തന്നു കഴിഞ്ഞ് അടുത്ത സംഗതിക്ക് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഉമ്മ. അത് ദേ കയ്യിൽ നിറയെ ഇങ്ങനെ ജാതിക്കയൊക്കെ ആയിട്ടോ വന്നേക്കുന്നത്. ഇത് ജാതിക്കയുടെയൊക്കെ ഉള്ളിലുള്ള കായാണ്. അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് അടുപ്പിൻ്റെ അവിടെ വെച്ച് ഉണക്കി എടുത്ത് വെക്കുകയാണ് പതിവ്. അതൊക്കെ കഴിഞ്ഞ് ഹാളിൽ വന്ന് സെറ്റിയൊക്കെ ഒന്ന് നേരെ ഇട്ടു. ഇത് സോയിക്കുട്ടി ഇരിക്കണ കാരണം ജസ്റ്റ് ഒരു ഷോള് വേറെ പഴയതിട്ട് കൊടുത്താണ്. അപ്പം അതിൻ്റെ വണ്ടയിലാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടെ കുറച്ച് പൂടൊക്കെ ആയിട്ടുണ്ട്. സോയിക്കുട്ടി വരുമ്പോൾ മാത്രം സെറ്റിലിട്ട് കൊടുക്കുന്ന ഒരു ഷോളാണ് ഇട്ടത്. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം വന്നിരുന്ന് റെസ്റ്റ് ചെയ്യുവാണേ. ഇത്ര പണിയുള്ളൂന്നുണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് മടുക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ലൊരു ക്ഷീണമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തു.
പിന്നെ കുറേ നേരം ഫോണിലൊക്കെ തോണ്ടിയിരുന്നു. ഇതാണ് കേക്കിനെ, ഇതാണ് കേക്കിനാണോ, ഇതാണ് കേക്കിനെ, കമ്പിളിപ്പൂപ്പാണ് ഇത്, ഇതാണ് കമ്പിളിപ്പൂപ്പ്. പിന്നെ നമ്മുടെ സോയിക്കുട്ടി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അവൾ കിടന്നുറങ്ങുന്ന ഡെസ്ക്കാണിത്. അപ്പോൾ എൻ്റെ റൂമിലുള്ളത്. അപ്പോൾ അവളിട്ട് കുറേ നേരം ചൊറിഞ്ഞുകൊണ്ടിരുന്നു. പുള്ളിക്കാരത്തേക്ക് തോന്നുന്നൊരു പ്രശ്നമേ ഇല്ല കേട്ടോ. അവിടെ ശുണ്ടുകുട്ടി ഉണങ്ങുവാണോ? അങ്ങനെ ഏറെക്കുറെ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ ഒന്ന് എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒന്ന് പോയി ചെറുതായിട്ടൊക്കെ ഒന്ന് മുണുങ്ങാൻ വേണ്ടിയിട്ടാണ്. ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അതേ ഒരു മാങ്ങയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പുറത്തെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് അതൊക്കെ ഒന്ന് ചെത്തി കഴിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. വലിയ സൈസുള്ളൊരു മാങ്ങയാണ്, കാണാനാണെങ്കിലും നല്ല ഭംഗി. പക്ഷെ മുറിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് കോലം. ഫുള്ളായിട്ട് അങ്ങോട്ട് പഴുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ പഴുക്കാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് 2 ഓറഞ്ചും എടുത്ത് അതും കഴിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കളറെന്തോ എന്താ പോലെ. അങ്ങനെ അപ്പടി ക്ഷീണമൊക്കെ മാറി ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് മോയ്സ്ചറൈസറൊക്കെ എടുത്ത് തൂക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇന്നുള്ള ശീലമൊന്നും അല്ല, ഇന്നിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ചെയ്യാം. പിന്നെ എല്ലാം കെട്ടി പാക്ക് ചെയ്ത് വരാൻ നേരത്ത് ഈ വക സാധനങ്ങളൊക്കെ എടുക്കൽ നിർബന്ധമാണല്ലോ. ഞാനതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്യലൊക്കെ കണക്കാണ്, ഇന്നൊരു ദിവസം എങ്ങാണ്ട് ചെയ്യുമായിരിക്കും. എന്നാലും എന്തൊക്കെയോ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബോഡി ലോഷനൊക്കെ അടപടലെടുത്ത് അങ്ങോട്ട് പുരട്ടുന്നുണ്ട്. കുറച്ച് നേരം അങ്ങനെ കണ്ണടിയിൽ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ സമയം കളയണ്ടേ. കുറച്ചൊക്കെ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതും സെപ്പറേറ്റ് ഫേസ് തൂക്കണ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ എടുത്ത് തേക്കാനുള്ള മടി കൊണ്ട്. പിന്നെ എന്തൊക്കെയാണ് അവിടെ നിന്ന് കാണിക്കേണ്ടത്. ഇതിപ്പോൾ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. പതിവില്ലാത്ത ഓരോരോ കാര്യങ്ങൾ കാണുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ സമയം കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ഓരോ കറികളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഉമ്മ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ചോറൊക്കെ ഒന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ഒരു കുന്നോളം ചോറ് വിളമ്പിത്തരും, അതാണ് ഏറ്റവും വലിയ കാര്യം. മെയിനായിട്ട് എൻ്റെ അച്ചാർ അതിലും കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് മാത്രം കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ ഒരു പ്ലേറ്റിൽ നിറയെ ചോറും കാര്യങ്ങളൊക്കെ വിളമ്പി തന്ന് ഇത് കഴിച്ച് ഞാൻ എന്താവുമെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന അത്രയും ദിവസം ടാബ്ലറ്റ്സൊക്കെ കഴിച്ച് വീണ്ടും ഞാൻ ദേ കണ്ണാടിയുടെ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുക കേട്ടോ. നമ്മുടെ കട്ടിലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്താണ് അലമാര കേട്ടോ നേരെ ഫ്രണ്ടിൽ. അതാണ് ഫുൾ ടൈം എന്നെ കണ്ണാടിയിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ കുറേ മാങ്ങയൊക്കെ പറിച്ച് അച്ചാറിട്ട് വെച്ചിരുന്നു. അതാണ് കേട്ടോ കഴിക്കാനായിട്ട് എടുത്തത്. പിന്നെ അതേ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മാങ്ങയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഉപ്പിലിടണം, അച്ചാറൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇരിക്കണേ. എനിക്കിട്ട് ഓരോ പണികളൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ ആകുമ്പോൾ തരുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അതും നല്ലപോലെ ഞാൻ ആക്കുന്നുണ്ട്. കൂടെ എനിക്ക് കഴിക്കാൻ എന്തൊക്കെയോ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു മുട്ട കൂടുതൽ പുഴുങ്ങിയുണ്ട്, വൈകുന്നേരം അത് നോക്കി വെച്ചാണ് എനിക്ക് കൊണ്ട് തന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് അവിടെ അടുത്തുള്ള കടയിൽ പാല് വാങ്ങണ്ടായിരുന്നു. അവിടെ പാലൊന്നും ഉണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമല്ലെങ്കിൽ പോലും ഒരു കട്ടനിൽ അങ്ങോട്ട് സെറ്റാവാമെന്ന് വിചാരിച്ചു. കൂടെ ഈ മാങ്ങയ്ക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴേക്കും സമയം പോകണം അറിയില്ലല്ലോ. പിന്നെ കുറച്ച് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത പലഹാരങ്ങളാട്ടോ, പക്ഷേ ഈ സമയത്തൊക്കെ ഇതൊക്കെ കുറച്ച് കഴിക്കണമൊക്കെ ഇഷ്ടമാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതും ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിക്കാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉമ്മ കൊണ്ടുവന്ന് തരുന്ന കേട്ടോ. ഞാൻ എടുക്കുകയാണെങ്കിൽ പറയുന്നൊക്കെയാണ്. അതുപോലെ ജിലേബിയൊന്നും എനിക്ക് കാണരുത്. ലഡു പിന്നെ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണ് ലഡുവൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ കഴിച്ച് തീർത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സോയിക്കുട്ടിയാണെങ്കിൽ ഇതേ കിടന്നുറങ്ങണുണ്ടോ. മരുവിൻ്റെയൊക്കെ സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉമ്മ പോതാനും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള സെറ്റിയിലിരിക്കും. ആ സമയം സോയി ഇപ്പുറത്തെ സെറ്റിയിൽ വന്നിരിക്കും. അതുകൊണ്ട് അവിടെ കിടന്ന് ഉറക്കമൊക്കെയാണ്. രസമാണ് കേട്ടോ പുള്ളിക്കാരിയുടെ കാര്യം. അപ്പോൾ അവിടെ ഇട്ട് ഞാൻ കുറേ നേരം അങ്ങനെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. പാവൻകുട്ടി ചുരുണ്ടടി കിടന്നിട്ട് ഉറങ്ങാണ്ടോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അന്നേരം ശല്യം ചെയ്യുമ്പോൾ അവൾക്ക് എന്ത് ദേഷ്യമെന്നറിയാമോ. പക്ഷെ അങ്ങനെ റിയാക്ട് ചെയ്യൊന്നുമില്ല. കുറേ ആയി കഴിയുമ്പോൾ ഒരു ദേഷ്യമൊക്കെ പുള്ളിക്കാരി കാണിക്കലുണ്ട്. എന്നാലും ഇങ്ങനെ തുറച്ച് നോക്കി മോനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ കേട്ടോ. കണ്ടോ ഫേസൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ നോക്കണേ, എന്നെ നോക്കണേ. അങ്ങനെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ചോറൊക്കെ ഉണ്ട്. പിന്നെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതെന്നെ പോയി കിടന്നു കേട്ടോ. അപ്പോൾ ഒക്കെ ബൈ.